മൂന്നാറിൽ വീണ്ടും യുവാക്കളുടെ സാഹസിക യാത്ര. കാറിന്റെ ഇരുവശത്തെയും ഡോറുകളിൽ കയറിയിരുന്നായിരുന്നു യുവാക്കളുടെ അപകടകരമായ യാത്ര. തമിഴ്നാട് സ്വദേശികളായ യുവാക്കളാണ് ഇത്തവണ സാഹസിക യാത്ര നടത്തിയത്. സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട് ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. സന്ദീപ്, തുടർച്ചയായി ഇത്തരത്തിലുള്ള യാത്രകളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ യാത്ര ചെയ്താലൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വരുമെന്നും പോലീസ് കേസെടുക്കുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള യാത്ര, ഇതെന്താണ് ഇപ്പോൾ സംഭവിച്ചത്? റോഷ്നി, തീർച്ചയായിട്ടും അത്തരത്തിലാണ്. ഈ കഴിഞ്ഞ ഒരു മാസം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് ഏതാണ്ട് 13 വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാനത്തു നിന്നുള്ള വാഹനങ്ങളായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രത്യേകതയാണ്. ഇന്നിപ്പോൾ യാത്ര നടത്തിയിരിക്കുന്ന ഏറ്റവും തിരക്കേറിയിട്ടുള്ള അപകട സാധ്യത കൂടുതലായി നിലനിൽക്കുന്ന ആനച്ചാൽ 2-ാം മൈൽ റോഡിലാണ്. ആ റോഡിൽ വലിയ വളവുകളും തിരിവുകളും വലിയ അപകട സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ഇപ്പോൾ അപകടകരമായ തരത്തിൽ ഇത്തരത്തിൽ വാഹനയാത്ര നടത്തിയത്. കഴിഞ്ഞ ദിവസം ഈ ട്രിപ്പ് ജീപ്പുകളിൽ വാഹനങ്ങളിൽ കയറിയിരുന്ന ഇത്തരത്തിൽ അപകടകരമായി സാഹസികമായി യാത്ര ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു മാസമായി മോട്ടോർ വാഹന വകുപ്പ് കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ അപ്പം തന്നെ ഈ വാഹനങ്ങളെ ചേസ് ചെയ്ത് എവിടുന്നെങ്കിലും ഇട്ട് പിടിച്ച് പിഴയടപ്പിക്കുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ഇതുവരെ 13 പേരുടെ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നിട്ടും ഇതിനൊരു അറുതി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രകൃതി മനോഹാരിത കാണുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ നിന്നും പതിയെ ഡോറിന് മുകളിലേക്ക് യുവാക്കൾ തനിയെ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിനെതിരെ വലിയ ബോധവൽക്കരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അന്യസംസ്ഥാനത്ത് നിന്ന് എത്തുന്ന ഇത്തരം വിനോദസഞ്ചാരികൾ ഇത് സ്ഥിരമായി തന്നെ ഇത്തരം റീൽസ് ചിത്രീകരിക്കുന്നതിനും മറ്റുമായി ഇത്തരത്തിൽ അപകടയാത്ര നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും മോട്ടോർ വാഹന വകുപ്പ് അതിശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. വാഹനങ്ങളെ കണ്ടെത്തിയാൽ കൃത്യമായി പിഴ ചുമത്തുകയും ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയവരാണെങ്കിൽ അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക. അതിനുശേഷം ഇവരോട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന് മുമ്പാകെ തൊടുപുഴയിൽ എൻഫോഴ്സ്മെന്റ് ആർഡിഒയ്ക്ക് മുമ്പാകെ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കും. അങ്ങനെ ഒരു വലിയ നിയമ നടപടികൾ നേരിടേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. വിനോദയാത്രയുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമാണ്. അതെല്ലാം ആ ഒരു നടപടികൾ തുടരുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്.